കാണാനില്ലേ? അതെ. ദാസേട്ടൻ വന്നേ, ചിലപ്പോ ഞങ്ങളുടെ വീട്ടിലുണ്ടോ? എന്റെ ചേച്ചി. ഏയ് ഒന്നുമില്ലടാ അനിയൻകുട്ടാ. വാ ദാസേട്ടാ, അവൾ അവിടെ എവിടെയെങ്കിലും കാണാം. വാ നമുക്ക് നോക്കാം. ബ്രോ അവിടെ ഇല്ല. എങ്കിൽ പിന്നെ വെയിറ്റ് ചെയ്യുന്ന എന്തിനാ? അങ്ങോട്ട് പോയി നോക്കിയാ പോരെ. ഞാൻ നോക്കിട്ട് ചെല്ല്. ആനന്ദേ, നീ ഇതെവിടെ പോയിരുന്നു? എന്താ പ്രശ്നം? അതമ്മേ, മാഡം, കല്യാണി. കല്യാണിക്ക് എന്ത് പറ്റി? കല്യാണിയെ കാണാനില്ല. എന്റെ മോള് രാത്രി ഉറങ്ങിക്കിടക്കുന്നത് ഞാൻ കണ്ടതാ. ഇപ്പൊ അവളിവിടെ ഒന്നും കാണാനില്ല. ദാസേട്ടാ, അവൾ എവിടെയും പോവില്ല, ഇവിടെ എവിടെയെങ്കിലും കാണും. ഏയ്, അവള് വൈകിട്ടൊന്നും ഇങ്ങോട്ട് വന്നതേ ഇല്ലല്ലോ. ആ, ഇപ്പോഴത്തെ പിള്ളേരല്ലേ, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് കയറെടുക്കുന്നതല്ലേ ശീലം. ഇനി അവൾ ആത്മഹത്യ എങ്ങാനും. വിലാസിനെ, ആ, ദാസേട്ടാ, കല്യാണി നാട്ടിലോ മറ്റോ പോകുന്ന കാര്യം പറഞ്ഞിരുന്നോ? ഇല്ല. ആനന്ദേ, നീ ഒന്ന് കമ്മീഷണറെ വിളിക്കാൻ. അരവിന്ദ്, നീ ദാസേട്ടനെ കൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോകും. ബാക്കി നമുക്ക് കമ്മീഷണറുമായിട്ട് സംസാരിക്കാം. ശരിയല്ലേ അച്ഛാ? ദാസേട്ടാ വാ. നിക്ക്. ആരും എവിടെയും പോണ്ട. വീട്ടിലില്ലെങ്കിൽ അവൾ എവിടെ പോയിരിക്കുമെന്ന് എനിക്കറിയാം. സഹദേവാ, ഏട്ടത്തി, കാറിന്റെ കീ എടുക്ക്. അമ്മ ഞാനും കൂടെ. ആരും കൂടെ വേണ്ട. എനിക്ക് ലൈസൻസ് ഉണ്ട് വണ്ടി ഓടിക്കാൻ.
എന്താ നിന്റെ ഉദ്ദേശം? അമ്പലനടയിൽ പഷ്ണി കിടന്ന് ചാവാനോ? അതോ അല്പം കൂടി വൈകിട്ട് വല്ല റെയിൽപാളത്തിലും തലവെക്കാനോ? പാതിരാത്രിക്ക് ഉറക്കപ്പായിന്ന് എഴുന്നേറ്റ് പോയതുകൊണ്ട് ചോദിക്കുന്നതാ. ലോകത്ത് ഒരു പെണ്ണിനും ഇങ്ങനൊരു ഗതി വന്നിട്ടുണ്ടാവില്ല. അത്രയ്ക്ക് ഭാഗ്യം കിട്ടൊരു ജന്മം എന്റെ. അതുകൊണ്ടല്ലേ അനിയന്റെ തലയെടുത്തപ്പോഴേ പ്രസവിച്ച അമ്മയുടെ ചിത കണ്ടത്. അത്രയ്ക്ക് നല്ല യോഗമാ. കല്യാണി വെറും ഒരു പാഴ് ജന്മമാ, വെറും ഒരു പാഴ് ജന്മം. അഖിലാമ്മയുടെ തലയുയർത്തി നിൽക്കണം. അതിനീ കല്യാണം നടക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഇവിടുത്തെ പ്രതിഷ്ഠയ്ക്ക് മുമ്പിൽ പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം പോലും ഇല്ലായിരുന്നു. എന്നിട്ടും എന്റെ മേഡത്തെ എങ്ങനെ എല്ലാവരുടെയും മുമ്പില് ഇവിടുത്തെ ദൈവം തല കുനിച്ച് നിർത്തിച്ചു. കല്യാണം മുടങ്ങിയെന്നറിഞ്ഞപ്പോ തന്നെ ഈ നെഞ്ചിലെ പെടച്ചിൽ ഞാൻ കേട്ടതാ. അത് മാത്രമല്ല എന്റെ സങ്കടം. കല്യാണിയുടെ കല്യാണമല്ല പകുതി വഴിക്ക് നിന്നു പോയത്. പകുതി വഴിക്ക് മുടങ്ങിപ്പോയത് എന്റെ അച്ഛന്റെ സ്വപ്നങ്ങളാ. ഒരു പാവൻ ഡ്രൈവറുടെ സ്വപ്നങ്ങള്. എല്ലാം ഒന്നൊന്നായി ഓർത്തപ്പോ ഉറക്കം വന്നില്ല മാഡം. എന്റെ ഈ നശിച്ച ജന്മ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് എനിക്ക് തോന്നി. ഇതങ്ങ് അവസാനിപ്പിക്കുമ്പോ അതോടെ എല്ലാം തീരുമെന്ന് ഓർത്തു. ഞാൻ ജീവിച്ചിരുന്ന എന്നെ കാണുമ്പോ മാഡത്തിനും അച്ഛനും ഒക്കെ ഇനി ഈ സങ്കടങ്ങൾ കൂടിക്കൂടി വരികയുള്ളൂ. ഞാനങ്ങ് ഇല്ലാണ്ടാവുമ്പോ പയ്യെ പയ്യെ എല്ലാരും എല്ലാം അങ്ങ് മറക്കും. അതാ ഇനിയുള്ള പരിഹാരം. അതുമാത്രം. അത് ശരി. അപ്പൊ നീ ആത്മഹത്യ ചെയ്താൽ അതോടെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നാണ് നീ പറയുന്നത്. നീ മരിച്ചാൽ എനിക്കും ദാസേട്ടനും ഒക്കെ സമാധാനം കിട്ടും അല്ലേ? കൊള്ളാം, നല്ല ആലോചന. എന്നാൽ ഇനിയെങ്കിലും ഒരു ജീവിത സത്യം നീ മനസ്സിലാക്ക്. പ്രായത്തിന്റെ പക്വതയില്ലായ്മയിലും ഇമോഷന്റെ എടുത്തുചാട്ടത്തിലും നീ എടുക്കുന്ന തീരുമാനം നിനക്ക് മാത്രമാണ് ന്യായം. മറ്റൊരാളും അത് അതുപോലെ സ്വീകരിക്കില്ല. കാരണം നീ കണ്ണടച്ച് കാണാതെ പോകുന്ന സത്യം എന്നും അവിടെ അവശേഷിക്കും. ഒപ്പം നീ മറ്റു പലരുടെയും ജീവിതത്തിനെ ദുരന്തങ്ങളിലേക്ക് തള്ളിവിടുകയും ചെയ്യും. ഇപ്പം നീ സമാധാനം കിട്ടുമെന്ന് പറയുന്ന നിന്റെ അച്ഛനും എനിക്കും ഒക്കെ ഉണ്ടാകാൻ പോകുന്ന ദുരന്തമാതാ. നിനക്കൊളിച്ചോടി മരിക്കാം, പക്ഷേ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി കാരണം പാചകക്കാരി കല്യാണി ആത്മഹത്യ ചെയ്തു എന്ന് മാത്രമേ നാട്ടിൽ വാർത്ത പരക്കൂ. എല്ലാവരുടെയും മുമ്പിൽ അഖിലാണ്ടേശ്വരിയെ ഒരു കൊലപാതകി കൂടി ആക്കാമെന്നാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആയിക്കോ. നിനക്ക് നിന്റെ ഇഷ്ടം പോലെ ചെയ്യാം. ഏതായാലും നിന്റെ തീരുമാനത്തെ തടയാനല്ല ഞാൻ നിന്നെ തിരക്കി വന്നത്. നിനക്ക് പോകാം. നീ പോയാൽ എനിക്ക് നഷ്ടപ്പെട്ടെന്ന് നീ പറയുന്ന മാനം തിരിച്ചു കിട്ടുമെന്ന് വിചാരിക്കരുത്. കല്യാണ മണ്ഡപത്തിൽ വെച്ച് ചെറുക്കനെ കാണാതായത് ആളുകൾ ഉടൻ മറക്കില്ല. നിന്നെപ്പറ്റി അപവാദം പറഞ്ഞ് അവര് പല കഥകളും മെനഞ്ഞുണ്ടാക്കും. അതിലുൾപ്പെടാൻ പോകുന്നത് എന്റെ ആൺമക്കളാ. എന്ന് പറഞ്ഞാൽ തൃച്ചംബരം കുടുംബത്തിന്റെ അടിവേര് പറിച്ചിട്ടാ നീ ചാകാനും പോകാനും നിൽക്കുന്നതെന്നർത്ഥം. ഇനിയിപ്പോ അതാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ നിനക്ക് പോവാം. ഞാനും ഇനി ഇവിടെ നിൽക്കുന്നില്ല, തിരിച്ചു പോവാ.
എന്തായി? ആന്റി ഇതുവരെ മടങ്ങിയെത്തിയില്ലേ? ആ ഉടനെ എത്തുമായിരിക്കും. അർദ്ധരാത്രി ഒളിച്ചോടി അമ്പലം നിരങ്ങാൻ പോയ ഒരുത്തിയെ തിരിച്ചു കൊണ്ടുവരികയല്ലേ. ഹാ, ഉഷപൂജയും ഉച്ചപൂജയും കഴിഞ്ഞിട്ട് വന്നാലും കുഴപ്പമൊന്നും ഇല്ലല്ലോ. കുഴപ്പമുണ്ട്. നീ ഇവിടെ നിൽക്കുന്നത് രാവിലെ തന്നെ ചൊറിയുന്ന വർത്തമാനം പറയാതെ അകത്ത് കയറി കൂടി. ചേടാ, ഇതിനിപ്പോ എന്റെ നേരെ ചാടുന്ന എന്തിനാ? രാവിലെ വിവരം അറിഞ്ഞു വന്ന ഒരാൾ ഒരു കാര്യം ചോദിച്ചു. നമുക്കറിയാവുന്ന ഒരു മറുപടി ഞാനും പറഞ്ഞു. അത്രേ ഉള്ളൂ. അത്രയല്ല, ഇവിടെ നടന്ന കാര്യങ്ങൾ ഇളയമ്മയാണ് പ്രിയങ്കയെ വിളിച്ച് പറഞ്ഞതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഒരു കുടുംബത്തിൽ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അതൊക്കെ അർദ്ധരാത്രി അന്യരെ വിളിച്ച് പറയുന്നത് ഭയങ്കര ബോറാ. മോളെ, മോളെ, എന്തിനാ മോളെ നീ ഞങ്ങളോട് ഇത് ചെയ്തത്? ഞങ്ങൾ നിന്നോട് എന്ത് തെറ്റാ ചെയ്തേ? ദാസേട്ടാ, വേണ്ട. കഴിഞ്ഞതിനെ പാറ്റിപ്പറക്കാൻ തുടങ്ങിയാൽ അതിനെ സമയം കാണൂ. ഞാൻ സംസാരിച്ചു കഴിഞ്ഞതാ കല്യാണിയോട്. ഇനി അവൾ ഇതുപോലുള്ള ഒരബദ്ധവും കാണിക്കില്ല. പൂർണ്ണമായും കല്യാണി എന്റെ സംരക്ഷണയിലായിരിക്കും. ഈ തൃച്ചംബരം വീടിന്റെ സുരക്ഷിതത്വത്തിൽ. കല്യാണി, നടന്നതൊക്കെ മറന്നേക്ക്. നിനക്ക് ഞങ്ങളുണ്ട്. ധൈര്യമായിട്ടിരിക്കും. വേണ്ട, ഇവിടെ വന്നിങ്ങനെ കരഞ്ഞു നിലവിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാ. കണ്ണീരോടയ്ക്ക്. ഇനി നേരെ അടുക്കളയിൽ പോയി എനിക്കൊരു നല്ല കോഫി ഇട്ടുണ്ടോ. അത് കുടിച്ചിട്ട് വേണം രാത്രി ഉറക്കമുളച്ചതിന്റെ ക്ഷീണം മാറാൻ. ചെല്ല്. ദാസേട്ടാ, ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. എല്ലാം സാധാരണ പോലെ. നേരം വെളുത്തപ്പോ അവള് ജോലിക്ക് വന്നു എന്ന് കരുതിയാ മതി. നിങ്ങൾ പൊയ്ക്കോ. ആ, പ്രിയങ്ക എപ്പോ വന്നു? ഇപ്പൊ എത്തിയുള്ളൂ. ആ, ഇരിക്കെ, ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ.
പറ്റി മാഡം? അകത്ത് കയറിയിരിക്കുന്നില്ലേ? ഓ, താലപ്പൊലി എടുത്ത് ആനയിക്കാൻ വേണ്ടി ആരും ഇല്ലല്ലോ എന്നുള്ള സങ്കടമായിരിക്കും. നേരം വെളുക്കുന്നതിന് മുമ്പ് വിശേഷം ചോദിച്ച് കയറി വന്നത് വെറുതെ ആയിപ്പോയില്ലേ? കഷ്ടം. സത്യം പറഞ്ഞ അതൊന്നും അല്ല ഞാനിപ്പോ ആലോചിക്കുന്നത്. കെട്ടാൻ പോകുന്ന ചെക്കൻ പ്രിയങ്കേ, മോളെ, ചക്കരയെന്നൊക്കെ വിളിച്ച് പിറകെ നടക്കാനുള്ള സമയത്ത് അടുക്കളക്കാരിയുടെ പേരും വിളിച്ച് അവളുടെ കണ്ണീരൊപ്പാൻ ഉറക്കൊളച്ചിരിക്കുക. ഈ ഭാവി ഭാര്യയെ അന്യാണെന്നും പറഞ്ഞ് അകറ്റി നിർത്തുന്നു. എന്താ കഥ അല്ലേ? സാരമില്ല, എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഈ മനസ്സിന്റെ വിങ്ങിപ്പൊട്ടല്. പക്ഷേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേണമെങ്കിലേ കണ്ട് ആസ്വദിക്കാം. തൽക്കാലം അതേ പറ്റൂ. പരിഹാസം മനസ്സിലായി. തൃച്ചംബരത്തെ രണ്ടാമത്തെ മരുമകൾ വിലാസിനിയുടെ മുഖമുദ്ര തന്നെ പരിഹാസവും പുച്ഛവും ഏഷണിയും നുണപറച്ചിലും തമ്മിത്തല്ലിക്കലും ഒക്കെ ആണെന്ന് കേട്ടിട്ടുണ്ട്. ശരിയാണോ എന്തോ? ഇനിയിപ്പോ ശരിയാണെങ്കിലും അല്ലെങ്കിലും എനിക്കതൊരു വിഷയമേ അല്ല. കാരണം ഞാൻ ഈ തൃച്ചംബരത്തെ മരുമകളായി വരുമ്പോ ഇവിടെയുള്ള എല്ലാവരോടും എങ്ങനെ പെരുമാറണമെന്ന് ഒരു ഹോംവർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ തന്നെ. എനിക്കിഷ്ടമല്ലാത്തത് എന്തായാലും അല്ലെങ്കിൽ ആരായാലും പുറംകാലുകൊണ്ട് തട്ടിയെറിഞ്ഞിട്ടാ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് എന്റെ ഒരു രീതി. നേരെ മറിച്ച് എനിക്കിഷ്ടപ്പെട്ടത് അതൊരു ചെറിയ കാര്യമായാലും ശരി, സ്വന്തമാക്കാൻ ഇറങ്ങിത്തിരിച്ചാ അതിന് തടസ്സമായി എതിര് നിൽക്കുന്നത് ആരായാലും ഒന്ന് വലിച്ചെറിയും ഞാൻ. എനിക്കിഷ്ടപ്പെട്ടത് അതൊരു ചെറിയ കാര്യമായാലും ശരി, സ്വന്തമാക്കാൻ ഇറങ്ങിത്തിരിച്ചാ അതിന് തടസ്സമായി എതിര് നിൽക്കുന്നത് ആരായാലും ഒന്ന് വലിച്ചെറിയും ഞാൻ. അത് കല്യാണിയാണെങ്കിലും ശരി, അതല്ല തൃച്ചംബരത്തെ വിലാസിനിയാണെങ്കിലും ശരി. ഇനിയെങ്കിലും ആന്റി എതിരാളിയുടെ കൈയറിഞ്ഞ് ചീട്ടിറക്കി കളിച്ചാ കൊള്ളാം. ഇവിടെ കളിച്ചു ജയിക്കാൻ എന്റെ കയ്യിലുള്ളതേ ഗുലാൻ പരിശ, ആനന്ദ് കൃഷ്ണൻ എന്ന മുന്തിയ ചീട്ട്. അത് മറക്കണ്ട. ഇത് ഐറ്റം കുറച്ച് കടുപ്പമാണല്ലോ. ഇവൾക്കെതിരെ നിന്ന് കത്തി വീശുന്നതിനേക്കാൾ കൂടെ നിന്ന് പിന്നിലൂടെ കഴുത്തറക്കുന്നതാ നല്ലത്. അവളുടെ ഗുലാം പരിശിനെ വെട്ടാൻ എനിക്ക് വെറും 7-ാം കൂലി മതി. ഇത് വിലാസിനിയാ. എന്റെ കളി ഇനി അവള് കാണാൻ പോകുന്നതല്ലേ ഉള്ളൂ. കാണിച്ചു കൊടുക്കും ഞാൻ, ചിരിച്ചോണ്ട് കഴുത്തറുത്തിട്ട്.